നമസ്കാരം. പറയാതെ വയ്യ. ബാർക്കോഴ വിവാദത്തിലെ പ്രധാന നായകൻ അല്പം പിന്നണിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ നായകനാണ് കളം നിറഞ്ഞു നിന്ന് വില്ലനുമായി പോരടിക്കുന്നത്. ഒരു ഇടവേള കിട്ടിയിരുന്നുവെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. കാരണം നായകനും വില്ലനും പലപ്പോഴായി പറഞ്ഞു പോകുന്നത് ചേർത്ത് വെച്ച് കേൾക്കുമ്പോഴാണ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. അവിവേകമാണെങ്കിൽ പൊറുക്കണം. പണം കൊടുത്തെന്ന് ബാറുടമ അസോസിയേഷൻ നേതാവായ ബിജു രമേശ് ആണയിട്ട് പറയുന്നു. ഇക്കാര്യം തെളിയിക്കാൻ നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണെന്ന് ആരും പറയുന്നില്ലെങ്കിലും അതിനും ബിജു രമേശിന് സമ്മതം. ഇത്തരമൊരു സാഹചര്യത്തിൽ ബിജു രമേശ് പറയുന്നത് സത്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ മന്ത്രി കെ ബാബുവിനെ എങ്ങനെ അവിശ്വസിക്കും? സത്യമെന്താണെന്ന് നമുക്കെങ്ങനെ അറിയാം? ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ആകെ ആശയക്കുഴപ്പത്തിലാണ്. രാഷ്ട്രീയക്കാർക്ക് പണം വാരിക്കോരിക്കൊടുത്തു എന്ന് പറയുന്നു. പണമോ? അത് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ഞങ്ങൾ അത് വാങ്ങുകയില്ലെന്ന് രാഷ്ട്രീയക്കാർ. ഇതിൽ ഏതാണ് സത്യം? ഞാൻ 10 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് ബിജു രമേശ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ചോദ്യം, ഞാൻ എവിടെ വെച്ച് ആവശ്യപ്പെട്ടു, ആരോട് ആവശ്യപ്പെട്ടു, എന്നാവശ്യപ്പെട്ടു, എപ്പോൾ ആവശ്യപ്പെട്ടു? ഇത് ആരോപണകർത്താവായ ബിജു രമേശ് അല്ലാത്ത കേട്ടവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണമല്ലോ. അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യപ്പെടുകയും ചെയ്തു, അത് കൊടുക്കുകയും ചെയ്തു. അതിൽ ഞാൻ തന്നെ ഒരു എമൗണ്ട് 50 ലക്ഷം രൂപ കൊണ്ടുപോകുന്നതിൽ ഒരു ദൃക്സാക്ഷി എന്നുള്ള രീതിയിൽ ഞാനും കൂടി ഇവിടെ വന്നിട്ടാണ് എമൗണ്ട് വന്നിട്ട് സോർട്ട് ചെയ്ത് മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ആ എമൗണ്ട് കൊടുക്കാൻ കൂടെ പോയതും. 164 സ്റ്റേറ്റ്മെന്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. എനിക്ക് പണം നൽകിയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കൊണ്ടുപോയി കൊടുത്തതിന്റെ വിവരങ്ങളൊക്കെ അന്വേഷണ ഏജൻസിയോട് പറയേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് 164 പറയാതിരുന്നത്. അദ്ദേഹം എന്നെങ്കിലും 4-5 പ്രാവശ്യം വിജിലൻസിൽ പോയി വന്നതിന് ശേഷം, മൊഴി കൊടുത്തതിന് ശേഷം എനിക്ക് പണം തന്നു എന്ന് പറഞ്ഞോ? പല പ്രാവശ്യം നിങ്ങൾക്കുമായിട്ട് അദ്ദേഹം അഭിമുഖം നടത്തിയിട്ടുണ്ട്. എനിക്ക് പണം തന്നു എന്ന് പറഞ്ഞിട്ടില്ല. 4-5 പ്രാവശ്യം വിജിലൻസിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ട് വന്നിട്ടും അദ്ദേഹം ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് പണം തന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ നേരിട്ട് മേടിച്ചില്ല, അത് ശരിയാണ്. ഞാൻ സുരേഷിനെ കൊടുക്കാൻ പറഞ്ഞു. അതിലെന്ത് വ്യത്യാസം? ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ക്യാഷുമായിട്ടൊന്ന് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിൻ്റെ കൊടുക്കുന്നു പറഞ്ഞാൽ എന്നിട്ട് സുഹൃത്തിൻ്റെ വണ്ടി കൊണ്ടുപോയിക്കുന്നു, ഞാൻ വണ്ടിയായിട്ട് പോകുന്നു. അതിന് പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഈക്വലൻ്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ കൊണ്ട് കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടനുസരിച്ചാണ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊടുക്കുന്നത്. പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കൊണ്ട് ആ പൈസ വയ്ക്കുന്നു. അതുവരെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വണ്ടി പോകുമ്പോഴാണ് ഞങ്ങൾ പടിയിറങ്ങി താഴെ എത്തിയപ്പോൾ സുരേഷ് ലിഫ്റ്റിൽ വന്നിറങ്ങി ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്ത അതേ ബാഗ് തന്നെയാണ് കൊണ്ടുപോയി ബാബുവിൻ്റെ വണ്ടി കൊണ്ടുപോയിക്കുന്നത്. ആരോപണം ഉയർന്നപ്പോൾ മുതൽ മന്ത്രി കെ ബാബു നിരന്തരമായി ചോദിച്ച ചോദ്യത്തിനാണ് ഇപ്പോൾ ബിജു രമേശ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഈ ഉത്തരത്തോടെ ആരോപണം സത്യമായി എന്നർത്ഥമില്ല. എങ്കിലും താൻ സംശയത്തിന്റെ നിഴലിൽ അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം കെ ബാബുവിനുണ്ടെന്ന് പറയാതെ വയ്യ. പണം കൊടുത്തത് ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ വേണ്ടിയാണെന്നായിരുന്നു ബിജു രമേശ് പറഞ്ഞത്. ലൈസൻസ് ഫീസ് 30 ലക്ഷമാക്കുമെന്ന് ബാർ ഉടമകളോട് പറഞ്ഞെന്നും പണം കൊടുക്കാമെന്ന് പറഞ്ഞതോടെ അത് 23 ലക്ഷമാക്കിയെന്നുമാണ് ആക്ഷേപം. ഇക്കാര്യം മന്ത്രി സർക്കാർ രേഖകളെ ഉദ്ധരിച്ച് നിഷേധിച്ചു. ബാർ ലൈസൻസ് 25 ലക്ഷം രൂപയാക്കാൻ പ്രപ്പോസ് ചെയ്തിരിക്കുക. 22-ൽ നിന്ന് 25 ആക്കാൻ പ്രപ്പോസ് ചെയ്യുന്നു. അത് കണ്ടല്ലോ. 22-ൽ നിന്ന് 25 ആക്കാൻ, 30 ആക്കാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ. പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുകയും ഒടുവിൽ അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ വേദന കൊണ്ടാകണം ഇതിനും മറുപടി നൽകാൻ ബിജു രമേശ് രംഗത്ത് വരുന്നത്. ഔദ്യോഗിക രേഖകൾക്കപ്പുറമാണ് ഇത്തരമൊരു ഇടപാടിന് വേണ്ടിയുള്ള വിലപേശൽ നടന്നതെന്ന് സമർത്ഥിക്കാനാണ് ബിജു രമേശ് ശ്രമിക്കുന്നത്. വഴിവിട്ട ഇടപാടുകൾ പലപ്പോഴും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടായിരിക്കും നടത്തുക എന്ന് വിശ്വസിക്കാൻ പ്രയാസവുമാണ്. ഉദ്യോഗസ്ഥർ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് സംസാരിച്ച് 30 അവർ പറയുന്നത്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോഴും പറയുന്നുണ്ട് കൂടുതലാണ്. ഉദ്യോഗസ്ഥർ വന്ന് ഇരുന്നതിന് ശേഷം പറയുന്നു അവർ 30 പ്രപ്പോസൽ പറയുന്നത്. നിങ്ങൾക്ക് വളരെ ലാഭമാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് 30 ലക്ഷം രൂപ സർക്കാരിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് 30 ലക്ഷം രൂപ ആക്കി തരണമെന്നൊക്കെ പറയും. ബാബു വളരെ കാര്യമായി പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റായിരിക്കുന്ന രാജ്കുമാർ പറയുന്നുണ്ടായിരുന്നു അത് ഞങ്ങളുടെ 3 മണിക്കൂർ സമയം ഈ വർഷം കുറച്ചു, അതുകൊണ്ട് 18 രൂപ ആക്കി തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അവസാനം സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു. സുരേന്ദ്രൻ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ മന്ത്രി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു മധ്യസ്ഥത പറയാം, നമുക്ക് 25 ലക്ഷം രൂപയിൽ അത് തീർക്കാമെന്ന്. കാര്യം മന്ത്രി 30 പറയുന്നു,
സെക്രട്ടറി പ്രസിഡന്റ് 18 പറയുന്നു. നമുക്ക് രണ്ടിൻ്റെ കൂടെ മധ്യത്തിൽ വെച്ച് 25 തീർക്കാമെന്ന്. അസോസിയേഷൻ 25 തീർക്കാമെന്ന് പറഞ്ഞ മീറ്റിംഗിൽ സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഇതുപോലും അവസാനം തീർത്തത് 23-ലാണ്. 1 ലക്ഷം രൂപ കൂട്ടിക്കൊണ്ടാണ് തീർത്തത്. ഒറ്റയടിക്ക് ലൈസൻസ് ഫീസ് കൂട്ടിയ സർക്കാർ നടപടി ഇതിനു മുൻപുണ്ടായിട്ടില്ല എന്ന മറുവാദമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. പക്ഷേ അതിനും മറുപടിയുണ്ട് ബിജു രമേശിന്. 11 വർഷം കൊണ്ടാണ് 8 ലക്ഷം മുൻപ് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അതുപോലെ 6 വർഷം കൊണ്ടാണ് 4 ലക്ഷം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒറ്റയടിക്ക് 30 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞത് പ്രായോഗികമാണോ? ആരെങ്കിലും വിശ്വസിക്കുമോ? എക്സൈസ് കമ്മീഷൻ സെക്രട്ടറിയും എല്ലാം കൂടി അവരും ഔദ്യോഗികമായി തയ്യാറാക്കി കൊണ്ടുവന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചുകൊണ്ട് ഓരോ ഐറ്റവും ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ചോദിക്കാൻ പറ്റും 30 ലക്ഷം? 96-97 കാലഘട്ടത്തിൽ 6 ലക്ഷം രൂപയായിരുന്ന ലൈസൻസ് ഫീ അന്ന് 4 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 10 ലക്ഷത്തിലേക്കാക്കി. 4 ലക്ഷം രൂപ 96-97-ലാണ് 4 ലക്ഷം രൂപ ഒറ്റയടിക്ക് ലൈസൻസ് ഫീ വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ 98-99-ലും 10 ലക്ഷം എന്നുള്ളത് 12 ലക്ഷത്തിലേക്കാക്കി. 99-2000 വന്നപ്പോഴത്തേക്കും 12-നെ 13 ലക്ഷത്തിലേക്കാക്കി. ഇതൊക്കെ കോൺഗ്രസിന്റെ കാലഘട്ടങ്ങളിലാണ്. ഈ തർക്കവും വാദപ്രതിവാദവും തുടർന്നതുകൊണ്ട് എന്ത് കാര്യം? ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റൂ. സത്യം പുറത്തു വരണം. പൗരന്മാരിൽ നിന്ന് നികുതിയും നികുതിപ്പണം ചെലവാക്കാനുള്ള അധികാരത്തിനായി വോട്ടും വാങ്ങിയെടുത്താൽ പിന്നെ എന്തും ചെയ്യാമെന്ന അവസ്ഥ മാറണം. തങ്ങൾ കബളിപ്പിക്കപ്പെടുകയല്ല എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാകണം. അധികാരം കൈയാളുന്നവർ അത് സത്യസന്ധമായും സുതാര്യമായും കൈകാര്യം ചെയ്യണം. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. ബിജു രമേശ് ഉന്നയിക്കുന്ന ആരോപണത്തിൽ മന്ത്രി കെ ബാബു എന്തിന് ഇത്ര പ്രകോപിതനാകുന്നു? കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും ഇതുതന്നെയാണ് നടന്നതെന്നും അന്ന് KPCC ആണ് പണം വാങ്ങിയതെന്നും ബിജു രമേശ് പറയുന്നു. ഇപ്പോഴത്തെ മന്ത്രി മാത്രമല്ല KPCC പ്രസിഡന്റും പറയട്ടെ മറുപടി. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസുകൾക്ക് സ്ലാബ് സമ്പ്രദായം അനുസരിച്ച് ഫീസ് ഏർപ്പെടുത്താനാണ് ആലോചിച്ചത്. 13 ലക്ഷമായിരുന്ന ലൈസൻസ് ഫീസ് ഒറ്റയടിക്ക് 30 ലക്ഷമാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് നടപ്പായില്ല. 13 ലക്ഷത്തിലിരുന്ന ലൈസൻസ് ഫീസ് 30 ലക്ഷം രൂപ ആക്കാനായിരുന്നു പ്രപ്പോസല്. അന്ന് കോടതിയിൽ ചെന്ന് ഞങ്ങൾ സ്റ്റേ മേടിക്കുകയും അതിനുശേഷം KPCCക്കൊക്കെ കാര്യമായുള്ള സംഭാവനകളൊക്കെ അസോസിയേഷൻ നൽകിയതിനു ശേഷം ആ 30 ലക്ഷം എന്നുള്ള സ്ലാബ് സിസ്റ്റം KPCC എടുത്തു കളഞ്ഞിട്ട് 18 ലക്ഷം രൂപയ്ക്ക് മാറ്റി തന്നു. സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ആർക്ക് പണം കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു എന്നൊക്കെയായിരിക്കും. പണം കൊടുക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ ബാർ ഉടമകളും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച തന്നെ നടന്നിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പണം കൊടുക്കാനും ബാർ ഉടമകളുടെ ആവശ്യം അംഗീകരിച്ച് സ്ലാബ് സമ്പ്രദായം നടപ്പാക്കേണ്ടെന്നും തീരുമാനിച്ചത്. അന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ആരൊക്കെയെന്ന് ബിജു രമേശ് തന്നെ പറയും. അസോസിയേഷൻ സംസാരിച്ചത് മൊത്തം ശ്രീ PP തങ്കച്ചൻ, KV തോമസ്, ശങ്കരനാരായണൻ മിനിസ്റ്ററായിരുന്ന അവരെല്ലാം കൂടി ഇരിക്കുന്ന ഇതിലാണ് KPCCക്ക് വേണ്ടി എമൗണ്ട് സംസാരിച്ച് ഫിക്സ് ചെയ്തത്. അല്ല, അതിനകത്ത് KPCC പ്രസിഡന്റ് ഒന്നും ആയിട്ടിരുന്ന് സംസാരിച്ചല്ലോ. ഫിക്സ് ഞാൻ ആർക്കാണ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ട് KV തോമസ്, PP തങ്കച്ചൻ അവരെല്ലാം കൂടെ രാഷ്ട്രീയത്തിന് KPCCയുടെ ആവശ്യങ്ങൾ പറയുകയും നമ്മുടെ ആവശ്യം പ്രശ്നങ്ങൾ പറയുകയും ചെയ്താണ് സെറ്റിൽ ചെയ്തത്. ഞാൻ പറയില്ല കാര്യം. ഇത് അടുത്ത നോട്ടീസ് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെല്ലാം KPCC കൊടുത്തല്ലേ പറഞ്ഞുള്ളൂ. KPCC നോട്ടീസ് വരട്ടെ, വരുമ്പോൾ ഞാൻ ബാക്കി പറയാം. അന്നത്തെ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇതൊരു പതിവാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇടത് ഭരണകാലത്ത് മന്ത്രി ഒരു ചായ പോലും വാങ്ങിക്കുടിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഒരു പരിധിവരെ വിശ്വസിക്കാം. പക്ഷേ ബാറുടമകളുടെ ആവശ്യത്തിന് വഴങ്ങി തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അതേപടി വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഏതായാലും അഴിമതിയുടെയും കോഴപ്പണത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിൽ കാലപ്പഴക്കമോ സമയപരിധിയോ നോക്കേണ്ടതില്ല. മദ്യത്തിനും മദ്യമുതലാളിമാർക്കും അവരുടെ പണത്തിനും എന്തിനു പറയുന്നു അവരുടെ വോട്ടിന് പോലും അയിത്തം കൽപ്പിക്കുന്ന KPCC പ്രസിഡന്റ് ഇക്കാര്യം അന്വേഷിക്കേണ്ടതാണ്. അഴിമതി ആരോപണത്തിന്റെ മണം വീശുന്ന KPCC ആസ്ഥാനത്തിരുന്നാണോ മദ്യവിരുദ്ധ പോരാട്ടം നടത്തുന്നതെന്ന് ആലോചിക്കേണ്ടതുമാണ്. നമ്മുടെ നാട്ടിൽ അഴിമതിയുണ്ട്. ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണത്. എന്നാൽ ആരാണ് അഴിമതി നടത്തുന്നത്? എങ്ങനെയാണ് അഴിമതി നടത്തുന്നത്? അതാണ് ഏറ്റവും വലിയ മിഥ്യ.
വിജിലൻസ് ഡയറക്ടർ വിൻസൻ എംപോൾ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നു. ആരും അഴിമതി നടത്തുകയോ പണം വാങ്ങുകയോ ഇല്ല. എല്ലാവരും ഹരിശ്ചന്ദ്രന്മാർ. ആരോപണം ഉന്നയിക്കുന്നവരും ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങളുമാണ് കുഴപ്പക്കാർ. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അഴിമതിക്കാരെല്ലാം നന്നായിപ്പോയെന്നും അവരുടെയൊക്കെ ആർത്തി അടങ്ങിയെന്നും നമ്മളൊക്കെ വിശ്വസിക്കണം. അതല്ലെങ്കിൽ വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണത്തിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിലും അതിൻ്റെ എല്ലാ തലങ്ങളിലും അഴിമതി കൊടികുത്തി വാഴുന്നയിടത്ത് അഴിമതി ഇല്ലെന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ അവഹേളിക്കലാണ്. എങ്കിലും ചിലരെങ്കിലുമുണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറയാൻ. അത്രയും ആശ്വാസം. അപ്പോൾ ഇതൊരു വളരെ രൂക്ഷമായ പ്രശ്നമാണെന്ന് നമ്മളെല്ലാം സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഇതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ നമ്മൾ പറയാറുണ്ട്, ഇത് ചെറുക്കണം, തോൽപ്പിക്കണം. ക്യാൻസർ പോലെ ഇങ്ങനെ വളർന്നു വരുന്നു, സമൂഹത്തിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ എടുത്തു പറയാവുന്ന ഒരു മാറ്റം ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വിജിലൻസിന് ജോലി ചെയ്യുന്ന എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുക വലിയൊരു മാറ്റമില്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അഴിമതി കേസുകളിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പലരുണ്ട്. ഇതിൽ IAS IPS ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതിൽ തന്നെ ചിലർക്ക് സസ്പെൻഷൻ കിട്ടി. അതിനുശേഷം സർവീസിൽ തിരിച്ചെത്തിയവരുമുണ്ട്. ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യം. രാഷ്ട്രീയക്കാരിൽ തന്നെ പലരും ആരോപണ വിധേയരായി. ബാർ കോഴക്കേസിൽ തന്നെ മന്ത്രിമാർ പലരും പെട്ടു. പൊതുമരാമത്ത് മന്ത്രിയായ VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഒരു MLA ആണ് ആരോപണം ഉന്നയിച്ചതും ലോകായുക്തയിൽ കേസായപ്പോൾ കൊണ്ട് തെളിവ് കൊടുത്തതും. പക്ഷേ ആരോപണം നിഷേധിച്ച് മന്ത്രിമാർ നിലപാടെടുത്തതോടെ സത്യമേത് അസത്യമേത് എന്ന ആശയക്കുഴപ്പം ബാക്കിയായി. പിന്നെ ഈ തെളിവെന്ന പേരിൽ മദ്യവ്യാപാരി ഇതിനകം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട സംഭാഷണങ്ങളുടെ ശബ്ദരേഖകളെല്ലാം ആരോപണം ഉന്നയിച്ചതിന് ശേഷം കൃത്രിമമായി ഉണ്ടാക്കിയ വ്യാജരേഖകളാണ്. ഈ ശബ്ദരേഖ എന്ന് പറയുന്നത് വ്യാജരേഖകളാണ്. ഇപ്പോഴും ആ പ്രക്രിയ തുടരുകയാണ്. എനിക്കതിന് കള്ളം പറഞ്ഞിട്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും എനിക്കില്ല. എനിക്ക് കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു അഴിമതിയുടെ കാര്യം പുറത്തു കൊണ്ടുവരുമ്പോൾ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അതിലെ ബാക്കിയുള്ളവർ എന്നെങ്കിലും എനിക്കതിന് പണി തരും. അതും എനിക്കറിയാം. എനിക്ക് എൻ്റെ 40-49 കൊല്ലം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എൻ്റെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ കേസ് കൊടുത്തു, തീർച്ചയായിട്ടും തെളിയിക്കുകയും ചെയ്യും സത്യവിരുദ്ധമാണ്. എനിക്ക് നഷ്ടപ്പെട്ട റെപ്യൂട്ടേഷൻ തിരിച്ചു തരാൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച ബിജു രമേശിനോ അല്ലെങ്കിൽ ബിജു രമേശിൻ്റെ പ്രചരണം കേട്ട് എനിക്കെതിരായിട്ട് വാർത്തകൾ പെരുപ്പിച്ചു കൊടുക്കുന്ന മാധ്യമങ്ങൾക്കോ എനിക്ക് ആ റെപ്യൂട്ടേഷൻ തിരിച്ചു തരാൻ പറ്റുമോ? ഇത്രയും കക്കൂലിയും മേടിച്ച് ബാബു പറഞ്ഞനുസരിച്ച് ഞങ്ങളുടെയൊക്കെ പൈസയല്ലേ കൊണ്ട് കൊടുത്തത്. അതെല്ലാം മേടിച്ചിട്ട് ബാബു പിന്നെ ഈ രീതിയിൽ സംസാരിക്കുന്ന മോശമല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. ആരും ഇവിടെ അഴിമതി നടത്തുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് രാഷ്ട്രീയ തലത്തിൽ അഴിമതി നടക്കുന്നത്? ഉദ്യോഗസ്ഥർ മാത്രമാണോ കുറ്റക്കാർ? പലപ്പോഴും അഴിമതിയിലേക്ക് നയിക്കുന്നത് ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാര്, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥര്, ക്രിമിനൽസ്, ഈ 3 പേരും കൂടെ ഒരു കൂട്ടുകെട്ടിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ പുറം ചൊറിഞ്ഞു കൊടുത്താൽ അയാൾ എൻ്റെ പുറം ചൊറിയുന്ന ഒരു സംവിധാനം. നമുക്ക് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു പോകാമെന്ന ആ ഒരു പ്രതിഭാസം. ഈ പൈസ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ആകർഷണ വലയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഒരിക്കലും കണ്ടഞ്ചിക്കാത്ത വ്യക്തികൾക്ക് വരെ ചില സമയങ്ങളിൽ അറിയാതെ വീണു പോകുന്ന ആ ഒരു ബലഹീനത ഉണ്ടാകാറുണ്ട് ഈ പൈസയുടെ മുൻപിൽ. ഇങ്ങനെയുള്ള ഈ കൂട്ടുകെട്ട് അഴിമതി നടക്കുന്നുവെന്ന തോന്നൽ പോലും പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാതെ എങ്ങനെയാണ് കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കുന്നത്? എന്താണ് ഈ അഴിമതിയുടെ ചിട്ടവട്ടങ്ങൾ? ഇതെങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? നമ്മൾ പലരും ഞാൻ വളരെ നീറ്റാണ്, അഴിമതിയെ തൊട്ട് നോക്കത്തില്ല എന്ന് പറയുമ്പോഴും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ഞാൻ അഴിമതി കാണിക്കുന്നവൻ തന്നെയായിട്ട് മാറുകയും ചെയ്യുന്നു. കാരണം എനിക്ക് വളരെ ലാഘവമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൾക്കാരെ കുറേ നാളൊക്കെ വഞ്ചിക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ മൂടുപടം അല്ലെങ്കിൽ ഞാൻ ധരിക്കുന്ന ആ ഒരു മാസ്ക്, മുഖപടം
ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ഒത്തിരി അഴിമതി കണ്ടേക്കാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരെയും എന്നെയും ഒരിക്കലും വിശ്വസിക്കേണ്ട. അതെപ്പോഴും എല്ലാവരും ഒരു സ്ക്രൂട്ടിനിയിലായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തികൾ അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു, അഴിമതിക്ക് അതീതനായിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അഴിമതി കറ വിട്ടും പരലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പ്രതിച്ഛായ വെച്ചുകൊണ്ട് എനിക്ക് അഴിമതി നടത്താനായിട്ട് സാധിക്കും. എന്തിനു പറയുന്നു, അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം പോലും പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. വെറുതെ കേസെടുത്ത് മോശമാക്കുന്നുവെന്ന പരാതിക്കാരുണ്ട്. കേസ് നീണ്ടുപോകുന്നുവെന്ന് പരിഭവിക്കുന്നവരുണ്ട്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ദുരുദ്ദേശം ആരോപിക്കുന്നവരുണ്ട്. എന്തു വന്നാലും അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലും എന്തോ വലിയ അപരാധമായി കാണുന്ന രാഷ്ട്രീയ സമൂഹത്തിലാണ് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തേണ്ടത്. അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ. ബിജു രമേശ് ബാറുടമകളുടെ പ്രതിനിധിയായിട്ടല്ല, CPM-ന്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു ചട്ടുകമായിട്ടാണ് ഇപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമയബന്ധിതമായി ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഏജൻസികൾ തയ്യാറാവണം. അന്തമില്ലാത്ത അഴിമതി, നിഷേധിച്ച് നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്ന ആരോപണ വിധേയർ, അന്വേഷണത്തിൽ പോലും അസ്വസ്ഥരാകുന്ന രാഷ്ട്രീയ സംവിധാനം, തെളിവൊന്നുമില്ലെന്ന് പറഞ്ഞ് വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഭരണ സംവിധാനം. ഇതിൽ നിന്ന് എങ്ങനെയാണ് അഴിമതി മുക്തമായ ഒരു സമൂഹമുണ്ടാകുക? അഴിമതിക്കെതിരെ നിൽക്കുന്നവരെ പോലും മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ശക്തിയായാണ് അഴിമതിക്ക് കുടപിടിക്കുന്നവർ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വിൻസെന്റ് എം പോളിനെ പോലുള്ള ഉദ്യോഗസ്ഥരോട് നമുക്ക് ബഹുമാനം കൂടുതൽ തോന്നും. അതേപോലെ ചീഫ് സെക്രട്ടറി ജിജി തോംസണും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു ചില നടപടികളുടെ പേരിൽ. നമുക്ക് രാഷ്ട്രീയക്കാരെ വിട്ട് ഉദ്യോഗസ്ഥരെ കൂടുതൽ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തമ്പാനൂരിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരം എന്ന കാരണം പറഞ്ഞ് വർഷങ്ങളായി ഖജനാവിൽ നിന്ന് കട്ടുമുടിച്ച കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. പദ്ധതികൾ പലതും മാറി മാറി വന്നു. തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗമെന്ന പരിഗണനയോ അഴുക്കിലും ചെളിവെള്ളത്തിലും പുഴുക്കളെപ്പോലെ നീന്തേണ്ടത് മനുഷ്യരാണെന്ന തോന്നലോ ഇല്ലാതെയാണ് പദ്ധതികൾക്ക് പുറകെ പദ്ധതികൾ നടപ്പാക്കി വർഷങ്ങളായി ഒരു കൂട്ടർ ചോര കുടിക്കുന്ന അട്ടകളെപ്പോലെ നാണമില്ലാതെ നികുതിപ്പണം അടിച്ചുമാറ്റിയത്. പിന്നെയെല്ലാം പതിവ് പോലെ നല്ലൊരു മഴ പെയ്താൽ നാറിപ്പുഴുത്ത അവസ്ഥയിലാകും തമ്പാനൂർ. വേഗത്തിലും തലയ്ക്ക് മുകളിലൂടെയും പായുന്ന ട്രെയിനുകൾ ഓടിക്കാനൊരുങ്ങുന്ന സർക്കാരുകൾക്ക് നാണക്കേട് തന്നെയാണ് ഇക്കാര്യം. അടിയന്തരമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ അതിൻ്റെ പൂർണ്ണമായ ചുമതല ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഈ തോട്ടിലുള്ള കയ്യേറ്റങ്ങൾ ഉടനടി അത് ഒഴിപ്പിക്കും. ഇതിങ്ങനെ പലതവണ കേട്ടതാണ്. പക്ഷേ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പുതിയ പദ്ധതി പ്രഖ്യാപിക്കും. ലക്ഷങ്ങളും കോടികളും അതിനുവേണ്ടി ചെലവാക്കും. തമ്പാനൂരിൽ KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടി ഭീമാകാരമായ കെട്ടിടമുണ്ടാക്കി. പക്ഷേ ബസ്സുകൾ കയറ്റിയിടാൻ പോലും സ്ഥലമില്ല. ഈ രീതിയിലാണ് നമ്മുടെ ആസൂത്രണവും പദ്ധതി നടപ്പാക്കലുകളും എല്ലാം. പിന്നെ ചീഫ് സെക്രട്ടറി അല്ല, ആര് വിചാരിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം പതിവ് പോലെ തന്നെ നടക്കും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ആരും മുഖവിലയ്ക്ക് പോലും എടുത്തില്ല. എന്നാൽ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ സംഭവിച്ചു. വെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകൾക്ക് മുകളിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നിൽക്കുകയാണ് ആദ്യം ചെയ്തത്. ഇന്നിപ്പോൾ ഞങ്ങൾ അത് വിളിച്ചിട്ട് ഇവിടെ അവരെ വളരെയധികം ഞാൻ ക്ഷുഭിതനായിട്ട് സംസാരിക്കേണ്ടി വന്നു. കാരണം ഇത് പറയുന്ന ആൾ പറയുകയാണ് അങ്ങനെ ഒരു കനാലിനെ കുറിച്ച് അവർക്ക് അറിയുക പോലുമില്ല. പിന്നെ എങ്ങനെ അത് ശരിയാവും? ഇത് എങ്ങനെയെങ്കിലും പുതിയ കനാലുകൾ ഉണ്ടാക്കുക, എല്ലാ വർഷവും ഈ പണം എടുത്തിട്ട് പുതിയ പുതിയ തോടുകളും പാലങ്ങളും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? അതിനല്ലേ ജില്ലാ ഭരണകൂടവും ആ ഭരണകൂടത്തിന് അധികാരവും ഒക്കെ ഉള്ളത്. തമ്പാനൂരിലെ വെള്ളക്കെട്ട് പ്രശ്നം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ അനധികൃത നിർമ്മാണങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പുതിയവ ഉണ്ടായിക്കൊണ്ടും ഇരുന്നു. ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചിരുന്നതിന്റെ ഫലമാണ് വെള്ളക്കെട്ട് പ്രശ്നം ഒരു നാണക്കേടിലേക്ക് ചെന്നെത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കമാണ് അധികാരികളുടെ കണ്ണു തുറപ്പിച്ചത്. ദുരിതത്തിൽപ്പെട്ട ചിലർക്ക് ചീഫ് സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാൻ തോന്നിയതുകൊണ്ടും അത് ക്ഷമാപൂർവം ചീഫ് സെക്രട്ടറി കേട്ടതുകൊണ്ടും ഇത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണെന്ന് ചീഫ് സെക്രട്ടറി തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ് നടപടികൾക്ക് തുടക്കമായത്.
ഇതേപോലെ ആൾക്കാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പിന്നെ എന്നെ അബ്യൂസ് ചെയ്തില്ല, പറയാവുന്ന സഭ്യമായ രീതിയിൽ പറയാവുന്ന എല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഫോണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിന് കൊടുക്കുന്നില്ല, കൊടുത്താൽ സാറിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും അയാൾ വിളിക്കും, അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും സൗജന്യം അദ്ദേഹം കാണിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിന് വളരെ നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ശരി, ഞാൻ നടപടി എടുത്തിരിക്കുന്നു പറഞ്ഞു. തീർന്നില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് പോയി കാര്യങ്ങൾ വിലയിരുത്തി ദൃശ്യങ്ങൾ സഹിതം മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയാണ് ആവശ്യമായ നടപടികളെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. കാര്യങ്ങൾ പഠിക്കാൻ പോയ ചീഫ് സെക്രട്ടറിക്ക് സർക്കാർ കാര്യം മുറ പോലെ എന്ന പറച്ചിലിന്റെ യഥാർത്ഥ അർത്ഥം നേരിട്ട് മനസ്സിലാവുകയും ചെയ്തു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആജ്ഞകൾ അനുസരിക്കാൻ മാത്രമുള്ളവരല്ല ഉദ്യോഗസ്ഥ സംവിധാനം. ചില തിരുത്തലുകളും ക്രിയാത്മകമായ മാറ്റങ്ങളും വരുത്താൻ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രേരിപ്പിക്കുകയോ അതിന് മുൻകൈ എടുക്കുകയോ ഒക്കെ ചെയ്യാനും കഴിയണം ഉദ്യോഗസ്ഥർക്ക്. ആരോപണങ്ങളിലും വിവാദങ്ങളിലും പെട്ട് രാഷ്ട്രീയക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന ഈ കാലത്ത് കാര്യശേഷിയും സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നെങ്കിലും നമുക്ക് ചില ഗുണപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. പ്രൊഡ്യൂസർ പറയാതെ വയ്യ, മനോരമ ന്യൂസ്, തമ്പാനൂർ, തിരുവനന്തപുരം.